ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ ഈ പഴംപൊരി ഉണ്ടാക്കുന്നത് മൈദമാവ് വെച്ചിട്ടല്ല, ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടി നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലെടുക്കാം. ഇതിപ്പോൾ ഒരു 3-4 സ്പൂൺ ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളവും ചേർത്ത് നല്ലപോലെ മിക്സാക്കിയിടണം. ഒറ്റ കട്ടയില്ലാണ്ട് വേണം മിക്സാക്കി എടുക്കാൻ. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് എള്ളൊക്കെ ചേർക്കുന്നത് ഭംഗിയും ഉണ്ടാവും. എള്ള് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് കുറേ ബെനിഫിറ്റ് ഉണ്ടല്ലോ, അതും കിട്ടും. അപ്പോൾ അതിലേക്ക് വേണ്ട എള്ള്, ആവശ്യത്തിന് പഞ്ചസാര 2-3 സ്പൂൺ പഞ്ചസാര. മധുരയ്ക്കും പഴത്തിൻ്റെ അനുസരിച്ചിരിക്കും പഴം. പിന്നെ ചിലവർക്ക് പഴംപൊരിക്ക് നല്ല മധുരം വേണം, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മധുരം എടുക്കാം. അപ്പോൾ എള്ള്, പഞ്ചസാര, ഒരു 2 ഏലക്കായ പൊടിച്ചത്, ഇതും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണം. കട്ട പിടിച്ചാലുണ്ടല്ലോ ഇത് ഈ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ മാത്രം ഇങ്ങനെ വേവാത്ത പോലെ തോന്നും മാവ്. അതുകൊണ്ടാണ് നമ്മൾ നല്ലപോലെ കട്ടയില്ലാണ്ട് കലക്കിയെടുക്കണം എന്ന് പറയണേ. അതിനുശേഷം നമുക്ക് പഴക്കിനെ ചെറുതാക്കി കട്ട് ചെയ്യാട്ട്. ഇത് ഞാൻ നീളത്തിലല്ല ഉണ്ടാക്കണേ, കുഞ്ഞിതായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുമല്ലോ. വലുത് കഴിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് കുഞ്ഞിത് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ പഴക്കും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെറുതാക്കി മുറിച്ച പഴം ഉണ്ടല്ലോ, ഈ മാവിൽ മുക്കിയിട്ട് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാൻ പറ്റുന്നൊരു പലഹാരമാണ്. പഴയ്ക്ക് മിക്കവാറും എല്ലാവരും വീട്ടിലേക്കും കാണുന്നതല്ലേ. ഇപ്പോൾ നമുക്ക് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടി, പഞ്ചസാര, എള്ള്, അതൊക്കെ ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട. അപ്പോൾ ഗോതമ്പ് പൊടിയും പഞ്ചസാര, കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ എല്ലാ വീട്ടിലുണ്ടാവുമല്ലോ, അത്രയും മാത്രം മതി ഈ പഴംപൊരി ഉണ്ടാക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്കത് വറുത്തെടുക്കാം. അതിപ്പോൾ ക്യാമറയിലൂടെ ആയിക്കാനായിട്ടോ കളർ ശരിക്കും കിട്ടാൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ലപോലെ വറുത്തെടുത്തു. കണ്ട് നല്ല ഭംഗിയില്ല ആ എള്ളൊക്കെയും കിടക്കണ കാരണം. അങ്ങനെ നമുക്ക് ബാക്കി വരുന്ന എല്ലാ പഴവും ഈ മാവിൽ മുക്കി വറുത്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. ഈ കണ്ടത് തൊടുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ഉള്ളിൽ പുറത്ത് നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള പഴംപൊരിയാണ്. നമുക്ക് ഈ ഗോതമ്പ് പൊടിക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയൊക്കെ ഇടാട്ടെ, അപ്പോൾ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റൊക്കെ വരും. അങ്ങനെ നമ്മളെല്ലാ പഴംപൊരിയും വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കട്ടൻ്റെ കൂടെ പഴംപൊരിയും കൂടി കഴിക്കാൻ നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ കേട്ടോ.